ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈ ഫിഷ് ഫ്രൈ ഒക്കെ ഒരു മുകളിൽ കുറച്ചൊരു മുരിമുരിപ്പും കുറച്ച് മസാല ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഐറ്റാണ് ഉണ്ടാവുക. ഈ മസാല കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ആ പൊളിക്കുമ്പോൾ മസാല കടക്കാണ് ആ പീസ് ഇങ്ങോട്ട് കിട്ടുക. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമ്മൾ ചെയ്യുന്ന മസാല കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തിക്കാന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് നമുക്ക് മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് മസാല ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പെരുംജീരകവും ചെറിയ ജീരകവും കറിവേപ്പിൻ്റെ ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ വലിയ ഉള്ളി കട്ട് ചെയ്തിട്ടാട്ടോ എടുത്തത്. ചെറിയ ഉള്ളി ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു അളവിനാണ് ഞാൻ എടുത്തത്. നിങ്ങൾ എടുക്കുന്ന മീനിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ മസാല പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ കുറച്ചൊക്കെ ഒരു ക്രഷ് ചെയ്ത മാതിരി അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ആ ഉള്ളിലേക്ക് ആ ചതഞ്ഞ ലെവലിൽ അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് അടുത്തൊരു മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഇതാ ഒരു 1/4 ടീസ്പൂൺ അടുപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ അടുപ്പിച്ചിട്ടാട്ടോ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആ മസാലയിലേക്ക് നമ്മൾ നേരത്തെ മിക്സിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു പൊടികൾക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഈ മസാല നമുക്ക് ഫിഷിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ പരന്ന മാന്തളുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഏത് ഫിഷ് ആണെങ്കിലും ഈ രീതിയിൽ മസാല ഉണ്ടാക്കിയിട്ട് തേച്ചിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ നമ്മളെ കഷ്ണമീനൊക്കെ ഉണ്ടല്ലോ അയക്കൂറ ആവലൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫിഷ് കഴിക്കാൻ തന്നെ. അപ്പോൾ ഇതാ ഞാൻ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടായതിന് ആ മീനിലാണിത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഈ മാന്തളൊക്കെ കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്തതിൽ നല്ല ആഴത്തിൽ വരട്ടിട്ട് ഇതാ ഈ മസാല നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തൊക്കെ ആവുന്ന രീതിയിലൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല, ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതാ അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് നമ്മൾ വെളിച്ചെണ്ണ ആണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. വെളിച്ചെണ്ണ നമ്മളാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് അതിലേക്ക് ആ വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമ്മൾ ഫിഷ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. നമ്മൾ വലിയ മീനുകളൊക്കെ ഉണ്ടല്ലോ ഈ ഐക്കോറ അതേമാതിരി ആവോലി ഐക്കോറൊക്കെ ആകുമ്പോൾ പൊട്ടാതെ നല്ല രീതിക്ക് തന്നെ കിട്ടും കേട്ടോ. ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീനായതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചും മറിച്ചിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ ഇതാ ഞാനിതിന് മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഒരു സൈഡ് വെന്ത് വന്നതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. ഇത് മറിച്ചിട്ട് കൊടുക്കലാണ് കുറച്ച് ടാസ്ക്. കുറച്ച് സോഫ്റ്റുള്ള മീനായതുകൊണ്ട് തന്നെ പിന്നെ നല്ല അത്യാവശ്യം വലുതാണ്. അതുകൊണ്ട് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ടേസ്റ്റിനെ ബാധിക്കുന്ന ഒരു കേസേ അല്ല. അപ്പോൾ നിങ്ങൾ കഷ്ണമീനൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇതൊക്കെയില്ലെന്നല്ലല്ലോ ടേസ്റ്റിലല്ലേ കാര്യം. അപ്പോൾ ഇതാ ഈ മീൻ ഞാൻ 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നല്ല നേരിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ അത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയ മീൻ ഇതാ 2 സൈഡിലോട്ട് പാത്രത്തിന് 2 സൈഡിലോട്ട് മാറ്റിയിട്ട് നടുവിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടതാ അതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത മസാല ഉണ്ടല്ലോ ആ സെയിം മസാല കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. നിങ്ങൾ മീനിൽ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് അതാണ് നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കിട്ടുമ്പോൾ മേലെ കോട്ട് ചെയ്ത് വരുന്ന മസാല ഇതാണിത്. ലാസ്റ്റിലേക്കാണ് കുറച്ച് 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ടാണ് ആ മീനിൻ്റെ മുകളിൽ ഇങ്ങനെ കോട്ടായ രീതിയിൽ വരുന്നത്. അല്ലാണ്ട് നമ്മൾ മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ലോഡും മസാല തേച്ച് പിടിപ്പിച്ചിട്ടാണെങ്കിൽ ആ മസാല കരിഞ്ഞു പോവും ഫിഷ് വേവുന്നതിന് മുന്നേ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ അതിൻ്റെ ട്രിക്ക് പറയണത് ഇതാണ്. നമ്മൾ മീൻ പൊരിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് സമയം ഈ മസാല കുക്ക് ചെയ്തിട്ട് അത് ഫിഷിൻ്റെ മേലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്താലാണ് ആ ഒരു കറക്റ്റ് രീതിയിലേക്ക് നമ്മൾ ഫിഷ് ഫ്രൈ വരിക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ തന്നെ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതാ വെന്ത് വന്ന മസാല നമ്മൾ ഫിഷിൻ്റെ മുകളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് ഫുൾ കോട്ടാവുന്ന രീതിയിൽ 2 സൈഡിലും തേച്ചിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ കഴിക്കുമ്പോൾ തന്നെ ഇതാ അങ്ങനെ മീൻ മസാല പൊളിച്ചെടുക്കുമ്പോൾ മേലെ മസാലയും പിന്നെ ഫിഷിൻ്റെ മീറ്റൊക്കെ വരുന്ന രീതിയിലാണ് കിട്ടുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം.